നമ്മളിന്ന് പായസപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. വെളുത്തമ്മച്ചിയുടെ കറുത്ത പുട്ട് എന്നും ഇതിന് വേണമെങ്കിൽ പറയാം. ഈ പുട്ടിൻ്റെ രണ്ടറ്റത്തും വൈറ്റ് ഷെയ്ഡും അതിൻ്റെ നടുഭാഗത്ത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു പേരിട്ടത്. അപ്പോൾ ഈ പുട്ടിൻ്റെ ഒരു പേരും മറ്റു കാര്യങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലാണ് നമ്മൾ ഈ ഒരു പായസപ്പുട്ട് ആദ്യമായിട്ട് നമ്മൾ ഇറക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷുവിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇറക്കണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായി തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു പായസം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ പായസം തനിയെയും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ ഗിവ് എവേൻ്റെ ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഗിവ് എവേൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ നമുക്ക് പായസപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പപ്പടം ഒന്ന് കാച്ചി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പപ്പടം കാച്ചിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുട്ട് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മട്ടരിയുടെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 കപ്പ് നാളികേരം ചിരകിയതും ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് പാകത്തിന് ഉണ്ടായിരിക്കണം. ഇത് വെറുതെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെറുതെ കൈകൊണ്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ആ ഉപ്പും നാളികേരവും ജീരകമൊക്കെ ഒന്ന് ചേരുന്ന വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് അങ്ങനെ പിടിപ്പിച്ച് അവിടെ വെച്ചാൽ മതിയാവും. ഇത്ര മതി. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും പുട്ടിനുണ്ടാവുക. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 2 പപ്പടം നമ്മൾ കാച്ചിയിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിക്കാം. കൈ കൊണ്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. വല്ലാണ്ട് ചെറിയ പീസാക്കണ്ട, ഇത്തിരി പീസുകൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക. വേണ്ട വല്ലാണ്ട് തിരുമ്മി ചേർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇത്ര മതി. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂനട്ട് 1/4 കപ്പ് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. പായസത്തിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നല്ലോണം ബ്രൗൺ ആകുമ്പോൾ എടുത്ത് വറുത്ത് കോരുക. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് മുന്തിരി, കുരുമില്ലാത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ. അതും കൂടെ നന്നായി കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. കഴുകിയതിന് ശേഷം ഇതുപോലെ ഇട്ടിട്ട് വീർത്ത് വന്ന ആ സമയത്ത് സാധാരണ പോലെ തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതും മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലത്തെ ആ കുറച്ച് നെയ്യോട് കൂടിയിട്ട് തന്നെ നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നെയ്യും കൂടെ ഗാർണിഷിങ്ങിൽ ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ബാക്കി നെയ്യ് ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് അവലിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിമിൽ ഓയിലായിരിക്കണം ഇട്ടിട്ടുണ്ടായിരിക്കുന്നത്. 1/2 കപ്പ് അവലാണ് കേട്ടോ. കട്ടിയുള്ള നമ്മുടെ ബ്രൗൺ ഷെയ്ഡുള്ള അവലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും. അപ്പോൾ അതേ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിക്കുന്നത്. കനം കുറഞ്ഞ നാളികേരപ്പാൽ, 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 500 മില്ലി ലിറ്ററാണ് 2 കപ്പ് എന്ന് പറയുന്നത്. 1 കപ്പ് 250 മില്ലി ലിറ്ററാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വെന്ത് വരണം. നമ്മളിട്ട് ആ വിലൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. അത് ഞാലിപ്പൂവൻ പഴം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി പാകമായിട്ടുള്ള ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. തീരെ കട്ടയില്ലാണ്ട് അരച്ചെടുക്കാം. ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എൻ്റെ ഒരെണ്ണല്ലുള്ള കാരണം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് ടേസ്റ്റാണ്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്തിരി ഒന്ന് കുറുകിയിട്ടുമുണ്ട് ചാറ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. ലോ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുക്കിയ ബെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ. 3/4 കപ്പ് ഉരുക്കിയ ബെല്ലാണ് ആകെ കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ബെല്ലം മേടിക്കുമ്പോൾ കട്ട ബെല്ലാണ് മേടിക്കാറ്. അത് ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഉരുക്കി അരിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബെല്ലം ഒരുപാട് നാൾ കേട് കൂടാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഇതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിം ആക്കാം കേട്ടോ. ഒന്നുകൂടി ഫ്ലെയിം ഹൈ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നമ്മളിനി 1ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഗിവ് എവേയുടെ ചോദ്യം ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പായസപ്പുട്ടിൻ്റെ വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോ ഉണ്ട്. ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് 2 ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് ഏതൊക്കെ ഫ്രൂട്ട്സാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ, നമ്മുടെ ഈ പായസപ്പുട്ടിൻ്റെ വീഡിയോൻ്റെ കമൻസിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും മാത്രം വെച്ചാൽ മതിയാവും.
പേര് എൻ്റെ ഒപ്പം സ്ഥലം വെക്കാൻ മറക്കരുത്, കാരണം ഒരേ പേരുള്ള പല ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗിവ് അവേ ആദ്യമായിട്ടാണ് നടത്താൻ പോകുന്നത് കേട്ടോ. ഒരു ട്രയലാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഒരു ഒരു കയ്യിൻ്റെ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരെ നമുക്ക് ഗിവ് അവേ വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറും വിലപ്പെട്ടതാണ്, അവരൊന്നും നിരാശപ്പെടുത്തണില്ല. നമ്മളെന്തായാലും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് നമ്മൾ വിജയീനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പായസം എല്ലാം ഒരു വിധം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസം തന്നെ നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പം, നല്ല 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കല്ലേ വേണ്ടോ, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഈ പഴം കൂടെ അടിച്ചത് ചേർക്കുക. ഒപ്പം തന്നെ നമ്മൾ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക. കട്ടിയുള്ള പാല് 1/2 കപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ആക്കുക. ഇനി ഈ കിടക്കുന്ന പഴത്തിൻ്റെ പീസുകൾ കുഴപ്പമില്ല കേട്ടോ, അത് അതിലേക്ക് തന്നെ ചേർന്നോളും. ഒന്ന് വേവുമ്പോൾ, ആ ചൂട് തട്ടി വേവുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിനോട് യോജിച്ചോളും. പായസം ഒന്നും കൂടി കുറുകും ചെയ്യും, നന്നായിട്ട് കുറുകുന്ന പായസമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കുക. ഒരു തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിനി പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ഈ പായസം ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മിക്സ് ആക്കിയിട്ട് 1 ടീസ്പൂണിൻ്റെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിരുമ്മി എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു പായസത്തിൻ്റെ മധുരത്തിന് വേണ്ടോ, മുഴുവനായിട്ടുള്ള മധുരം വേണ്ട, പായസം മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ നേരത്തെ നമ്മൾ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചോളൂ, ഒരു 1/4 ഗ്ലാസ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള നനവ് ഇനി ഈ നാളികേരപ്പാലാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ, അത്ര വേണ്ടി വന്നുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ല് വെച്ചിട്ട് പുട്ടുകുമ്പത്തിൽ പുട്ടുണ്ടാക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ പപ്പടത്തിൻ്റെയും നാളികേരത്തിൻ്റെയും ഈ മിക്സ് നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ. നല്ലൊരു കട്ടിയുള്ള ലെയറിൽ ചേർക്കുക. എന്നിട്ട് പിന്നെ പുട്ടുപൊടി ഇടാം. പിന്നെ ലെയറായിട്ട് വെക്കുക കേട്ടോ, നാളികേരപ്പൊടി പിന്നെ പുട്ട്, അങ്ങനെ സാധാരണ പോലെ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു 2 അറ്റത്ത് മാത്രം നാളികേരം ഇട്ടുള്ളൂ മാത്രം. എന്നിട്ട് ഈ പപ്പടവും നാളികേരം കൂടി വരുന്ന ആ ഒരു വെളുത്ത ഭാഗവും അതിൻ്റെ ആ പായസക്കൂട്ടിൻ്റെ ആ കറുത്ത ഭാഗവും രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോഴാണ് രുചി. വെളുത്ത ഭാഗം മാത്രം കഴിക്കാൻ രുചിയില്ല, കറുത്ത ഭാഗം മാത്രമായിട്ട് കഴിച്ചാലും രുചിയില്ല. രണ്ടും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു രുചി നമുക്ക് കിട്ടുക. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ, ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും വരണം, അപ്പോഴാണ് നല്ല ഒരു രുചിയിലേക്ക് ഇങ്ങോട്ട് എത്തും. ഇതൊരു പുട്ടുകുമ്പം, നല്ലൊരു പുട്ടുകുമ്പാണ്. കോക്കനട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ട് ഒന്നായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ ആവിയിൽ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്പടമൊക്കെ ഉള്ള കാരണം നമ്മുടെ പായസം പായസം നന്നായിട്ട് കുറുകി വന്നു കണ്ട, നല്ലൊരു ടെക്സ്ചറായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. ആ പഴമൊക്കെ ചേർത്ത കാരണം, അവിലും പഴമൊക്കെ മിക്സ് എന്ന് പറഞ്ഞാൽ അവിൽ, പഴം, ബെല്ലം, ആ മിക്സ് നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ട് ഇതുപോലെയാണ് കഴിക്കുക, നമ്മളിതുപോലെ മിക്സ് ആക്കിയിട്ട് തനിയെ എടുത്ത് കഴിക്കാം. ഇനി മധുരപ്രിയർക്ക് വേണമെങ്കിൽ നമുക്കതിലേക്ക് പായസം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാനും രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സ്പെഷ്യൽ പുട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. പിന്നെ ഗിവ് അവേയുടെ ഉത്തരം അയക്കാനായിട്ടും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.